പ്രഭു, പ്രണാമം. ഞങ്ങളുടെ തറവാട്ടിലേക്ക് അങ്ങ് വീണ്ടും വരുമെന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞിരുന്നല്ലോ. അങ്ങ് വാക്കു പാലിച്ചു. മഹാത്മാക്കൾ ഒരിക്കലും വാക്ക് തെറ്റിക്കാറില്ലല്ലോ. അങ്ങയുടെ സന്ദർശനം ഞങ്ങളെ വല്ലാതെ ആഹ്ലാദിപ്പിക്കുന്നു മഹാമുനെ. അങ്ങ് വന്നാലും വരൂ. കഴിഞ്ഞ തവണ അങ്ങ് വന്നപ്പോ ഞങ്ങളുടെ ആതിഥ്യമൊന്നും സ്വീകരിക്കാതെയാണ് അങ്ങ് പോയത്. എന്നാൽ ഇത്തവണ അങ്ങനെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ എളിയ ആതിഥ്യം സ്വീകരിച്ച് കുറച്ചുനാൾ ഇവിടെ പാർത്തതിനു ശേഷമാകാം മടക്കം. അങ്ങേക്കെന്താണൊരു വിഷമം? താങ്ങാനാകാത്ത കുറ്റബോധം നിറച്ച ഭാരവും പേറിക്കൊണ്ടാണ് നാം ഇക്കുറി വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നാം നിങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു. സന്തതികളില്ലാത്ത നിങ്ങളുടെ ദുഃഖം, അനപത്യ ദുഃഖം നാം ഇല്ലായ്മ ചെയ്യുമെന്ന്. ആ വാക്ക് അസത്യമായി ഭവിച്ചല്ലോ എന്ന തീവ്ര ദുഃഖത്തിലാണ് നാം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സന്ദർശിച്ച് നിങ്ങൾക്ക് സന്താനഭാഗ്യം ലഭ്യമാക്കണമെന്ന് നാം ആവശ്യപ്പെടുകയുണ്ടായി. പ്രഭു ശ്രീലക്ഷ്മി ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യമില്ല, അവർക്ക് ഈ ജന്മം സന്തതികൾ ഉണ്ടാകില്ല എന്ന് മൂവരും ഒരേ സ്വരത്തിൽ അരുളി ചെയ്തു. നമ്മെ ഭഗ്നാശനാക്കി അവർ മടക്കി അയച്ചു. നമുക്കുണ്ടായ നിസ്സഹായാവസ്ഥ നിങ്ങളെ അറിയിക്കാനാണ് നാം വന്നത്. നാം വ്യാജ സന്യാസിയല്ല. വാക്കുകൾക്ക് വ്യവസ്ഥയില്ലാത്തവനുമല്ല. നാം യഥാർത്ഥത്തിൽ ആരാണെന്ന് ദാനധർമ്മ പ്രവൃത്തി കൊണ്ട് ദേവതുല്യരായി നിങ്ങൾ അറിഞ്ഞിരിക്കുക. നാരായണ നാരായണ. നാരായണ. നാരായണ നാരായണ. ദേവർഷിയായ അങ്ങായിരുന്നോ മാമുനി വേഷത്തിൽ വന്നിരുന്നത്? അങ്ങയുടെ പാദസ്പർശനത്താൽ ഈ ഭവനം സ്വർലോകമായിരിക്കുന്നു മഹർഷേ. മഹർഷേ, ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ സംപൂജ്യനായ അങ്ങയുടെ വാക്കുകൾ ഒരിക്കലും വൃഥാവിലാവില്ല. അങ്ങ് വന്നു പോയതിനു ശേഷം ഞങ്ങൾക്ക് 3 സന്താനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ത്രിമൂർത്തികളോട് അങ്ങ് ആവശ്യപ്പെട്ടാൽ എന്തത്ഭുതമാണ് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാത്തത്. 3 സന്തതികളാൽ സമ്പന്നരാണ് ഞങ്ങൾ. അങ്ങ് വന്നാലും ഞങ്ങളുടെ സന്തതികളെ കാണണ്ടേ? വന്നാലും. നാരായണ നാരായണ. വന്നാലും. അങ്ങയുടെ പ്രവചനം പോലെ ഞങ്ങൾക്ക് സിദ്ധിച്ച സന്താനങ്ങളാണിവർ. നാരായണ നാരായണ. നാരായണ നാരായണ. കുട്ടികളെ, മഹാതപസ്വിയും കോടി പുണ്യവാനുമായ നാരദ മഹർഷിയാണ് ഇദ്ദേഹം. നിങ്ങൾ ഭൂമിയിൽ വന്ന് പിറക്കാൻ കാരണഭൂതനായ ദേവർഷി. അദ്ദേഹത്തെ വണങ്ങുവിൻ. പ്രണാമം മാമുനെ.
അമ്മാമുനെ. സർവ്വ ഐശ്വര്യങ്ങളും ഭവിക്കട്ടെ. നിങ്ങൾക്ക് സന്താന സൗഭാഗ്യമുണ്ടായതിൽ നാം അതീവ സന്തുഷ്ടനാണ്. പക്ഷേ ത്രിമൂർത്തികളുടെ മായാവിലാസങ്ങൾ അത് നമ്മിൽ മതിഭ്രമമുണ്ടാക്കുന്നു. നമ്മോടൊന്നു പറയുകയും അതിന് വിപരീതമായി മറ്റൊരു യാഥാർത്ഥ്യം ദൃഷ്ടാന്തീകരിച്ചതിൻ്റെയും അകംപൊരുൾ എന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മായാവിലാസങ്ങളുടെ അധിപനായ വൈകുണ്ഠനാഥനെ കാണുക തന്നെ. നാരായണ നാരായണ. നാരായണ നാരായണ. പ്രണാമം ദേവർഷേ. നാരദരെ, അങ്ങ് വിഷണ്ണനാണല്ലോ. ഭൂലോകത്തിലേക്ക് വീണ്ടുമുള്ള യാത്രക്കിടയിൽ അങ്ങേക്ക് അബദ്ധം വല്ലതും പിണഞ്ഞുവോ? നമുക്ക് അഗാധമായ ഖേദമുണ്ട് പ്രഭു. പ്രഭു കുടുംബത്തിന് സന്തതിയെ നൽകാൻ യോഗമില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞ അങ്ങ് തന്നെ അവർക്ക് 3 സന്തതികളെ നൽകിയില്ലേ? നമ്മെ വിഡ്ഢിയാക്കിയില്ലേ അങ്ങ്? നാം 3 സന്തതികളെ നൽകിയെന്നോ? നാരദരെ, അങ്ങേക്ക് മതിഭ്രമം സംഭവിച്ചുവോ? നാം അവർക്ക് സന്താന ഭാഗ്യം നൽകിയിട്ടില്ല നാരദരെ. സന്താന സൗഭാഗ്യം നൽകിയില്ലെന്നോ? അവർക്ക് പിറന്ന 3 സന്തതികളെ കണ്ടിട്ടാണല്ലോ നാം വരുന്നത്. കുട്ടിക്കാലത്തെ കളവ് പറയുന്ന ശീലം അങ്ങ് ഇനിയും ഉപേക്ഷിച്ചിട്ടില്ല അല്ലേ? നാരദരെ, നിങ്ങൾ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സന്താന യോഗമില്ലാത്തവർക്ക് നാം എങ്ങനെ സന്താനങ്ങളെ നൽകും? അപ്പോൾ നമ്മുടെ കണ്ണുകൾ കാണോ തെറ്റ് സംഭവിച്ചത്? അതോ സന്താനങ്ങളെ നൽകിയ ശേഷം അങ്ങേക്കാണോ മതിഭ്രമം സംഭവിച്ചത്? നാരദരെ, അങ്ങ് പറയുന്നതിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാകുന്നില്ല. സത്യമെന്തെന്ന് തിരിച്ചറിയണം. അതിനായി നാം ഭൂലോകത്തിലേക്ക് ഉടനെ പുറപ്പെടുകയാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കി നാം അങ്ങേ ബോധ്യപ്പെടുത്തിയിരിക്കും. നാരായണ നാരായണ. പ്രണാമം. പ്രണാമം. ആരാ? നാം ദീർഘദൂരം യാത്ര ചെയ്തു വരികയാ. നന്നേ തളർന്നിട്ടുണ്ട്. നമുക്കല്പം ദാഹജലം കിട്ടിയിരുന്നെങ്കിൽ. അതിനെന്താ? അങ്ങേക്ക് നമ്മുടെ ഭവനത്തിലേക്ക് സ്വാഗതം. കേറി വന്നാലും. ഉപവിഷ്ടനായാലും അങ്ങ് നല്ല ക്ഷീണിതനാണ്. പ്രായമേറിയില്ലേ? സച്ചിദാനന്ദന്റെ കൃപ കൊണ്ട് നടക്കാൻ കഴിയുന്നു മാത്രം. പ്രണാമം. പ്രണാമം. ശ്രീലക്ഷ്മി, ഇദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊള്ളൂ. ആവാം. വേണ്ട, ഭക്ഷണം വേണ്ട. അന്നപാനാദികൾ കഴിഞ്ഞ് വിശ്രമിക്കാം. പാനീയം എന്തെങ്കിലും ആവാം. എങ്കിൽ കുറച്ച് പാനീയം എടുത്തോളൂ. ആയിക്കോട്ടെ. അങ്ങ് ആരാണ്? ഒരു തീർത്ഥാടകൻ.
ക്ഷേത്ര ദർശനവും ദീർഘസഞ്ചാരങ്ങളുമായി കഴിയുന്ന ഒരു അവധൂതൻ. അതിഥി സൽക്കാരങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന മഹാപ്രഭുവിന്റെയും പത്നിയുടെയും കഥ കേട്ടറിഞ്ഞ് ഒന്ന് കയറിയെന്ന് മാത്രം. ഇതാ പാല്. സ്വാദിഷ്ടമായ പാനീയം. ദാനം നൽകുന്നവരുടെ മനസ്സിന്റെ നൈർമല്യം ദാനമായി ലഭിക്കുന്ന പാനീയത്തിലും അനുഭവവേദ്യമാണ്. നമുക്ക് പാനീയം വേണമായിരുന്നില്ല എങ്കിലും മഹാപ്രഭുവിന്റെയും പത്നിയുടെയും കയ്യിൽ നിന്ന് ഒരു തുള്ളി പാലെങ്കിലും ദാനമായി സ്വീകരിച്ചില്ലെങ്കിൽ ഈ ജന്മം വ്യർത്ഥമായി പോവില്ലേ? അതിഥികൾക്കായി കിടക്കി ഒരുക്കിയിട്ടുണ്ട്, അല്പം വിശ്രമിക്കാം. ക്ഷമിക്കണം, ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട ആതിഥ്യം സ്വീകരിക്കണമെന്നുണ്ട്. പക്ഷേ സാഹചര്യം അനുകൂലമല്ല. അടുത്ത ഗ്രാമത്തിൽ വസിക്കുന്ന സുഹൃത്തിനെ ഇന്ന് തന്നെ അടിയന്തരമായി കാണേണ്ടതുണ്ട്. പോകണം. പക്ഷേ ഇനി ഒരടി നടക്കാൻ കഴിയില്ലല്ലോ നമുക്ക്. എന്താ നിവൃത്തി? നടക്കാനാവാത്ത അതിഥിയെ സുഹൃത്തിന് മുന്നിൽ എത്തിക്കണം. അതിനെന്താ ശ്രീലക്ഷ്മി, അങ്ങയെ സുഹൃത്തിന്റെ വീട്ടിലെത്തിക്കാൻ ഞാൻ സഹായിക്കാം. ഞാനും കൂടി അങ്ങയോടൊപ്പം വരാം. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? നാം എങ്ങനെയെങ്കിലും നടന്ന് നീങ്ങിയൊക്കെ പൊയ്ക്കോളാം. വേണ്ട മഹാത്മാവേ, ഞാൻ അങ്ങയുടെ സുഹൃത്തിന്റെ വീട്ടിലെത്തിക്കാൻ സഹായിക്കാം. അതെ ധന്യാത്മാവേ, അങ്ങയുടെ ആതിഥേയന് സ്വകർമ്മം നിർവഹിക്കാനുള്ള അനുമതി നൽകിയാലും. എങ്കിലങ്ങനെ ആവട്ടെ. അതിഥി ദേവോ ഭവ എന്ന പ്രമാണം മുറുകെ പിടിക്കുന്ന ആതിഥേയനെ നിരാശപ്പെടുത്താൻ പാടില്ല. കൂടെ പോന്നോളൂ. ഭഗവാനെ, അയ്യോ, മഴ പെയ്യുമെന്ന് തോന്നുന്നല്ലോ. മഴയെ നമുക്ക് പേടിയാ. ശൈത്യം താങ്ങാനുള്ള ശക്തി നമുക്ക് ഒട്ടുമില്ല. നാം കിടുങ്ങി വിറച്ചു പോകും. വരൂ, നമുക്ക് വേഗം പോവാം. മഹാത്മാവേ, അങ്ങ് ആരാണ്? നാം ഈ കുടിലിൽ വസിക്കുന്ന താപസനാണ്. ഇദ്ദേഹത്തിന് ശൈത്യം താങ്ങാനാവുന്നില്ല, വല്ലാതെ കിടുങ്ങി വിറയ്ക്കുകയാണ്. മഹാത്മാവേ, നാം അങ്ങയുടെ അതിഥിയാണ്. നമുക്ക് തീ കായണം. അഗ്നി ജ്വലിപ്പിച്ചാലും. അതിനെന്താ, ആവാലോ. നനഞ്ഞ വിറകായതുകൊണ്ട് തീ പടരുന്നില്ല.
നാം അഗ്നി ജ്വലിപ്പിച്ച് അങ്ങേക്ക് ചൂട് പകരാം. അങ്ങേക്ക് ആവശ്യമുള്ള ചൂട് പകർന്നു നൽകാൻ അഗ്നി ഇതിൽ നിന്ന് വരുന്നില്ല. അതിനാൽ എൻ്റെ ദേഹത്തു നിന്ന് വരുന്ന അഗ്നിയുടെ ചൂടുകൊണ്ട് അങ്ങയുടെ ശൈത്യം മാറ്റിയാലും. ഭഗവാനെ, വൈകുണ്ഠനാഥ, ലക്ഷ്മീപദേ, അങ്ങ് എനിക്ക് ദർശനം തന്നുവല്ലോ. അടിയന്റെ ജന്മം സഫലമായി ദേവ. പ്രണാമം ദേവ. എഴുന്നേൽക്കൂ ഭക്ത. പ്രപഞ്ചനാഥ, സർവേശ്വര, ഇത്തിരി പോന്ന ഈ ഉള്ളവന് മുന്നിലും അങ്ങ് പ്രത്യക്ഷനായല്ലോ. അങ്ങയെ പരിചരിക്കാനുള്ള അപൂർവ ഭാഗ്യം ഈ ഉള്ളവന് സിദ്ധിച്ചതെന്തേ? നിന്റെ ആദിത്യ മര്യാദ. സ്വന്തം കുടിലിൽ അതിഥിയായി എത്തിയ വൃദ്ധന് ശൈത്യം മാറ്റാൻ സ്വന്തം ശരീരം തന്നെ തീ കൊളുത്തി ഇന്ധനമാക്കിയ ഈ താപസൻ നിങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠനാണെന്നറിയുക. ഹേ മഹാപ്രഭു, നിങ്ങൾക്ക് 3 സന്താനങ്ങൾ ഉണ്ടായതും ഇദ്ദേഹത്തിന്റെ വരപ്രസാദം കൊണ്ടാണെന്ന് അറിയുക. നന്ദി മാമുനെ, നന്ദി. അങ്ങൊരിക്കൽ എന്റെ തറവാട്ടിൽ വന്നതും വരം നൽകിയതും ഞാൻ ഓർക്കുന്നു മാമുനെ. ആ വരമാണ് യാഥാർത്ഥ്യമായത്. മഹാപ്രഭു, മംഗളം ഭവിക്കട്ടെ. നാരായൺ നാരായൺ. നാരദരെ, ഒരിക്കൽ പുത്രയോഗമില്ലെന്ന് പറഞ്ഞ് അവഗണിക്കുകയും മറ്റൊരിക്കൽ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത് നാമല്ല, ബ്രഹ്മദേവനോ മഹാദേവനോ അല്ലെന്ന് അങ്ങേക്കിപ്പോൾ ബോധ്യമായില്ലേ? പ്രഭുവിനും ശ്രീലക്ഷ്മിക്കും സന്താനങ്ങൾ ഉണ്ടായത് ഈ പുണ്യാത്മാവിന്റെ വരബലം കൊണ്ടാണെന്ന് അങ്ങേക്കിപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? ബോധ്യമായി പ്രഭു. നമ്മുടെ തെറ്റിദ്ധാരണയ്ക്ക് മാപ്പ് നൽകിയാലും. എന്തായാലും ഭൂലോകത്തു പോയി വൃദ്ധവേഷം ധരിച്ച് പ്രഭുവിന്റെയും ശ്രീലക്ഷ്മിയുടെയും സന്താന സൗഭാഗ്യത്തിന്റെ പൊരുൾ അങ്ങ് മനസ്സിലാക്കിയല്ലോ. നന്നായി. നമുക്കും ത്രിമൂർത്തികൾക്കുമിടയിൽ ഒരു തെറ്റിദ്ധാരണ രൂപപ്പെട്ട് കിടക്കാൻ പാടില്ല തന്നെ. നാരായണ നാരായണ. നാരദ മഹർഷിക്ക്
അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് മൂലം നമുക്കുടലോടെ വൈകുണ്ഠം പോകാൻ ഭഗവാൻ അവസരം തന്നല്ലോ. മഹാപുണ്യം. മഹാത്യാഗിയായ അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് ഉടലോടെ സ്വർഗം പോകാൻ അർഹത? ഭഗവാനെ, ഒരു സത്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ത്രിമൂർത്തികൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കേമൻ ദേവർഷിയായ നാം ആണെന്ന് ഒരു ധാരണ നാം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത്, മഹാതപസ്വിയായ ഇദ്ദേഹത്തിനു മുന്നിൽ നാം എത്രയോ തുച്ഛൻ. നാരദന്റെ ആ ഗർവിന്റെ മുനയും ഒടിഞ്ഞു. നാരായണ നാരായണ. പ്രഭുവിനും പത്നിക്കും സന്താനവരം നൽകാൻ ഇടയായ സാഹചര്യം ഓർക്കുന്നുവോ നിങ്ങൾ? ഓർക്കുന്നു. ഒരിക്കൽ തീർത്ഥാടന മധ്യേ നാം അവരുടെ തറവാട് സന്ദർശിച്ചിരുന്നു. ഹൃദയംഗമമായ ഒരു വിരുന്നാണ് അവർ നമുക്കായി ഒരുക്കിയിരുന്നത്.